പെർഫ്യൂം യൂസ് ചെയ്യാത്ത ഒരു ദിവസമെങ്കിലും എൻ്റെ ലൈഫിലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള മറുപടിക്ക് വലിയ ആലോചിക്കാനൊന്നും ഇല്ല കേട്ടോ. കാരണം ഡെയിലി പെർഫ്യൂം യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതിപ്പോൾ ശരീരത്തിന് ദോഷകരമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കും ഒബ്വിയസ്ലി. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ തന്നെ ഒരു പാർട്ടാണിത്. എവിടെ പോയാലും എൻ്റെ കയ്യിൽ പെർഫ്യൂം ഉണ്ടാകും. അതിപ്പോൾ വലിയ ബോട്ടിലാണെങ്കിൽ അതിപ്പോൾ ഞാൻ അതിന് വേണ്ടി വലിയൊരു ബാഗ് എടുക്കുക തന്നെ ചെയ്യും. ഇതുപോലെ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആളായിട്ട് പോലും എൻ്റെ മനസ്സിലേക്ക് പോയില്ല കേട്ടോ ഇങ്ങനത്തെ റീഫില്ലബിൾ പെർഫ്യൂം ബോട്ടിൽസിൻ്റെ കാര്യം. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയിൽ കണ്ടപ്പോഴാണ് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്നുള്ളത് ഞാൻ ഓർത്തത് തന്നെ. അന്ന് ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാംഗ്ലൂർ ഗുഡ്ഗുഡിയിൽ പോയപ്പോഴാണ് ഈ സംഭവം അവിടെ ഇരിക്കുന്നുണ്ടത്. അതിപ്പോൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ച പോലെ ലാസ്റ്റ് പീസായിരുന്നു. ഒരൊറ്റ എണ്ണ ഉണ്ടായുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ അത് വാങ്ങിച്ചതും ഞാൻ തന്നെയാണ്. ഇപ്പതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെർഫ്യൂമിൻ്റെ ലിങ്ക് ഒന്നും എന്നോട് ആരും ചോദിക്കരുത്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പെർഫ്യൂം ലവർ ആണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.